നമസ്കാരം. ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് കോർപ്പറേറ്റ് വേൾഡിൽ നടന്ന ഒരു പുതിയ ചേഞ്ചസ് എന്റെ വിദ്യാർത്ഥികളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് എന്താണ് ആ ചേഞ്ചസ്? നിങ്ങൾ ടാറ്റ കൺസൾട്ടൻസി സർവീസ് അഥവാ TCSനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഈ TCSന്റെ CEO കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. അവരുടെ എംപ്ലോയീസിൽ 2% ആളുകളെ അവര് ലേ ഓഫ് നടത്തുകയാണെന്ന്. ലേ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിനെ തുടർന്ന് കൊണ്ടുപോകാൻ കഴിയാത്ത കാരണം, അത് പല കാരണങ്ങൾ കൊണ്ടാവും. അവരുടെ ഡിമാൻഡ് കുറയുന്നതോ അതല്ലെങ്കിൽ അവർക്ക് സ്കിൽ ഇല്ലാത്ത കാരണോ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടോ, അതല്ലെങ്കിൽ ഒരു പുതിയ പ്രോജക്റ്റ് അവർക്ക് ഇല്ലാത്ത കാരണമായിരിക്കാം. ഇത്തരത്തിൽ നിലവിലുള്ള എംപ്ലോയീസിനെ പിരിച്ചുവിടുന്ന ഒരു പ്രോസസ്സിനെയാണ് ലേ ഓഫ് എന്ന് പറയുന്നത്. ലേ ഓഫിലൂടെ TCS അവരുടെ 2% എംപ്ലോയീസിനെ പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് CEO പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. 2% അല്ലേ? ബാക്കി 98% കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾക്കറിയോ TCS എന്ന് പറയുന്നത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഈ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഗ്ലോബലി ഉള്ള 2% എംപ്ലോയീസ് എന്ന് പറയുന്നത് 12,200 എംപ്ലോയീസ് ഉണ്ട് മൊത്തത്തില്. എന്തിനാണ് ഈ 12,200 എംപ്ലോയീസിനെ ഇവർ പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നത്? പിന്നെയുള്ള റീസൺ എന്ന് പറയുന്നത്, സമൂഹ മാധ്യമങ്ങൾ ഒരുപാട് റീസൺ പരക്കുന്നുണ്ട്. അതായത് AI കടന്നു വരവാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ കമ്പനി CEO തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തത തന്നിട്ടുണ്ട്. AI കടന്നു വരവല്ല, സ്കിൽ മിസ്മാച്ച് ആണ് കാരണം. അഥവാ നിലവിലുള്ള എംപ്ലോയീസിന് അവർ നിലവിലുള്ള പോസ്റ്റിനോ അതല്ലെങ്കിൽ അവരുടെ ഹയർ പോസ്റ്റിനോ ആവശ്യമായിട്ടുള്ള സ്കില്ല് അവർക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ പിരിച്ചുവിടാൻ, അതായത് 2025-26 ഫൈനാൻഷ്യൽ ഇയറിൽ അവരെ പിരിച്ചുവിടാം എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തിയിട്ടുള്ളത്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്കിൽ മിസ്മാച്ച് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് വേൾഡിൽ വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ ജോലിക്ക് കയറുന്ന സമയത്ത് നമുക്കൊരു സ്കിൽ ഉണ്ടാവും, അതുകൊണ്ടാണല്ലോ നമുക്ക് അവിടെ ജോബ് കിട്ടുന്നത്. പക്ഷെ പിന്നീട് നമ്മുടെ സ്കില്ല് എൻഹാൻസ് ചെയ്യുന്നില്ല, അഥവാ അപ് സ്കില്ലിംഗ് പ്രോസസ്സ് നടക്കുന്നില്ല എന്നതുകൊണ്ടാണ് സ്കിൽ മിസ്മാച്ച് വരുന്നത്. ഇവിടെ പിരിച്ചുവിടുമ്പോൾ സാധാരണ കേസിൽ നമ്മൾ ചിന്തിക്കാം, ലോവർ ലെവൽ എംപ്ലോയീസ്, ലാസ്റ്റ് അപ്പോയിന്റ് ചെയ്ത എംപ്ലോയീസിനെ എല്ലാം നമ്മൾ പിരിച്ചുവിടുക എന്നുള്ളതാണ്. പക്ഷെ TCS പിരിച്ചുവിടാൻ പോകുന്നത് ലോവർ ലെവൽ എംപ്ലോയീസിനെ അല്ല. അതായത് ഇതിൽ ഏറ്റവും വലിയൊരു അത്ഭുതം, മിഡ് ലെവൽ ആൻഡ് സീനിയർ ലെവൽ എംപ്ലോയീസിനെയാണ് അവരെന്ത് ചെയ്യുന്നത്, പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നത്. കാരണം സീനിയർ ലെവൽ എംപ്ലോയീസിനാണ് സ്കിൽ അഡാപ്റ്റേഷനിൽ ചെറിയൊരു മടി കാണിക്കുന്നത്. അപ്പൊ കമ്പനി വളരുന്നതോടുകൂടെ എംപ്ലോയീസിന്റെ സ്കില്ലും അതിനനുസരിച്ച് വളരണം. അല്ല എന്നുണ്ടെങ്കിൽ ഈ എംപ്ലോയീസുമായിട്ട് മുന്നോട്ട് പോകാൻ കമ്പനിക്ക് പ്രയാസമാണ്. TCSന്റെ മാർക്കറ്റ് ഷെയർ ഈ ഒരു ഒറ്റ റീസൺ കൊണ്ട് 1.7% താഴെ പോയി എന്നൊക്കെ വെക്കാം. എന്റെ വിദ്യാർത്ഥികളുമായിട്ട് ഞാൻ പറയുന്നത് അതല്ല. അതായത് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ എപ്പോഴും ഫ്ലെക്സിബിൾ ആവണം. ഫ്ലെക്സിബിൾ ആവണമെന്ന് പറയുന്നത്, നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ വില്ലിംഗ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. ലഗാർഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ലഗാർഡ് എന്ന് പറഞ്ഞ ഇത്തരം ആളുകൾ ഒരിക്കലും ചേഞ്ചസ് ഉൾക്കൊള്ളൂല, അതല്ലെങ്കിൽ ചേഞ്ചസ് വരെ പറഞ്ഞ് മനസ്സിലാക്കാനും ബോധ്യപ്പെടുത്താനും മാർക്കറ്റിംഗിൽ വളരെ ബുദ്ധിമുട്ട്. ഇവർ പുതിയ പ്രോഡക്റ്റ് ഒന്നും എന്ത് ചെയ്യില്ല, ആക്സെപ്റ്റ് ചെയ്യില്ല, പുതിയ കോൺസെപ്റ്റുകൾ ഉൾക്കൊള്ളൂല, ടെക്നോളജിക്കൽ ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യില്ല. ഇവരെ നമ്മൾ ലഗാർഡുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ലഗാർഡുകൾ ആവരുത് എന്ന് പറഞ്ഞാൽ, ഈ ലഗാർഡുകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയൂ? ലഗാർഡുകൾ മാറ്റങ്ങൾ ഉൾക്കൊള്ളൂല, പുതിയ കാര്യങ്ങൾ സ്വീകരിക്കൂല. ഇത്തരം ആളുകളെയാണ് നമ്മൾ ലഗാർഡ്സ് എന്ന് പറയുന്നത്. അപ്പം എന്റെ വിദ്യാർത്ഥികൾ ഒരിക്കലും ലഗാർഡുകൾ ആവരുത്. ബീങ് ഫ്ലെക്സിബിൾ, നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. മാറ്റങ്ങൾക്ക് വരുന്ന സമയത്ത് ആ മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങളാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ വേണ്ടി റെഡി ആവണം. എങ്കിൽ മാത്രമേ നമ്മുടെ എക്സിസ്റ്റൻസ് സുരക്ഷിതമാവുള്ളൂ. ഓക്കെ, താങ്ക് യു.